These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajman. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. പെണ്ണ് തനിച്ചാവുമ്പോൾ അവളോട് യുദ്ധത്തിനിറങ്ങരുത്. സൈന്യാധിപനും കാലാൾപ്പടയും അവൾ തന്നെയായിരിക്കും. തിരസ്കാരത്തിൻ്റെ ചൂടിൽ പൊള്ളിയടർന്ന മനസ്സുമായി അവൾ ആഞ്ഞടിക്കും. സ്വന്തം പേരുപോലും അവശേഷിക്കാത്ത വിധം നിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും. തനിച്ചാകുന്ന സ്ത്രീകളോട് വളരെ വിചിത്രമായി പെരുമാറുന്ന ഒരു ലോകമാണ് നമ്മുടേത്. എന്നാൽ ഒറ്റയ്ക്കാവുന്ന സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇത്തരത്തിൽ കൂസലെന്നെ അവളോട് ഇടപെടുന്ന ലോകത്തിന് പലപ്പോഴും തീർച്ചയില്ല. അത്തരത്തിൽ എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിക്കുന്ന, ചുറ്റുപാടുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിത വായിക്കുകയുണ്ടായി. അതിലെ വരികളാണ് മേൽപ്പറഞ്ഞത്. കവയത്രി നമ്മളോട് കൂടിയുണ്ട്. രാജേശ്വരി പുതുശ്ശേരിയെ അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ടീച്ചർ. ടീച്ചർ, കവിത എന്ന ഈ സാധ്യത ഉപയോഗിച്ച് മനുഷ്യരിങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകൾ ആത്മപ്രകാശനം നടത്തുമ്പോൾ ആ ശബ്ദങ്ങൾ അത്രയധികം ആത്മാർത്ഥമായവയെന്ന് കാലത്തിൻ്റെ നടുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെടുകയാണ്. എത്രത്തോളം സന്തോഷവതിയാണ് ടീച്ചർ കവിത എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ? സത്യത്തിൽ ഞാൻ കവിത എഴുതുന്നത് തന്നെ എൻ്റെ വിഷമങ്ങളൊക്കെ മറക്കാനായിട്ടാണ്. നമുക്ക് അറിയാലോ, സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഏജിലെത്തുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ എഴുത്ത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വേദനകളെ മറക്കാനും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എഴുതി തീർക്കുന്ന ഒന്നാണ്. പണ്ട് ഞാൻ ചെറുതിലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ വിഷമം മാറ്റിയെടുക്കാൻ പറ്റുന്ന. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളിലുള്ളത് കൊണ്ടാവാം ചെറുപ്പം മുതൽ എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഒരു മാധ്യമം, ഇത് മാറ്റിയെടുക്കാനുള്ളത്. അങ്ങനെ ഈ കവിത എഴുതുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരുപാട് മനസ്സിന് നല്ല ഒരു ഉണർവും സമാധാനവും കിട്ടുന്നുണ്ട്. സമാധാനമാണല്ലോ പ്രധാനം. അപ്പോൾ എൻ്റെ വായനാ നിരീക്ഷണ സത്യമാണ്. കാരണം എനിക്ക് തോന്നിയിരുന്നു ഒരു സെൽഫ് ഹീലിംഗ് അതിനകത്ത് നടത്തുന്നുണ്ട്. തീർച്ചയായും. കവിതകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ പ്രണയവും വിരഹവും ശാക്തീകരണവും ഒക്കെയാണ്. അതോടൊപ്പം സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെയും കവിത സ്പർശിക്കുന്നുണ്ട്. പൊതുവിൽ എന്താണ് കവിതയ്ക്ക് പ്രമേയമാക്കാറ്? ഈ പറയുന്ന സെൽഫ് ഹീലിങ്ങിനപ്പുറത്തേക്ക് താങ്കളുടെ കവിത എത്രത്തോളം സഞ്ചരിച്ചിട്ടുണ്ട്? എനിക്ക് എന്നെ സംബന്ധിച്ച് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും കവിതയ്ക്ക് വിഷയമായിട്ടുള്ളത്. അത് പ്രണയമാണെങ്കിൽ പോലും എൻ്റെ പ്രണയം എന്നതിനേക്കാളുപരി മറ്റു പലരുടെയും പ്രണയം, അതിൻ്റെ തകർച്ച നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചില ആളുകളുടെ ഇപ്പോൾ ഒരു പേപ്പറിൽ കാണുന്ന ഒരു വർത്തമാന പത്രത്തിലെ ഒരു ന്യൂസ് ആണെങ്കിൽ പോലും നമുക്കത് ഒരുപാട് വിഷമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മറ്റാളുകൾക്ക് അത്ര പ്രശ്നം തോന്നാറില്ല. അവരത് വായിക്കുന്നു, മറക്കുന്നു. എന്നെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. എനിക്കിത് വല്ലാത്തൊരു വേദനയാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് എഴുതിയാൽ മാത്രമേ അതിനെ മറികടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രണയമാണെങ്കിലും നമുക്കറിയാം, പലരും ആസിഡ് ഒഴിക്കലും പ്രണയ തകർച്ചയുടെ ഇതായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്, വർത്തമാന പത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഞാൻ എഴുതി തീർക്കുന്നത്. എനിക്ക് ആ ഒരു വിഷമാണ് എഴുതി തീർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് മനസ്സിന് ഒരു സന്തോഷം നൽകുന്നു എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിന് എന്തെങ്കിലും എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുകൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഈ ഇപ്പോൾ പറഞ്ഞല്ലോ, സ്ത്രീകളെ കുറിച്ചിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ സമൂഹത്തിൽ തനിച്ചാവുമ്പോൾ ആങ്ങളമാരുടെ എണ്ണം കൂടുതലാണ്. സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവിധ സഹായവും, ഒന്ന് പുറത്തു പോയിട്ടൊന്ന് കറങ്ങി വരാം എന്നൊക്കെ പറയുന്ന ഒരുപാട് നമുക്കറിയാം, മനുഷ്യർക്കും അറിയാം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് തനിച്ചാണെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ചിന്താഗതികൾ, ഒരു പെണ്ണ് തനിച്ചല്ല, ഒരു സ്ത്രീ തനിച്ചാവുമ്പോൾ പ്രകൃതി അവൾക്കൊപ്പമുണ്ട്, അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കാനായിട്ട് പ്രകൃതിയുണ്ട്, അല്ലെങ്കിൽ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ കവിതകൾ എഴുതാറുള്ളത്. അപ്പോൾ വ്യക്തിപരമായതല്ലാതെ പുറത്തുള്ള അന്യരുടേത്, അപരിചിതരുടെ പ്രശ്നങ്ങൾ പോലും ആഴത്തിൽ സ്പർശിക്കുന്നതിൽ നിന്നാണ് ആത്മാർത്ഥമായ വരികൾ വരുന്നത്. ഈ ആസിഡ് ഒഴിക്കുന്ന വിഷയമൊക്കെ പറഞ്ഞപ്പോൾ അതേക്കുറിച്ചൊരു കവിത കണ്ടു, അത്യാധുനിക പ്രണയം എന്ന് പറഞ്ഞു. അതായിരുന്നു പ്രതിപാദ്യം, അല്ലെ? അതെ അതെ, അത് ആ ഇടയ്ക്ക് നടന്നൊരു സംഭവത്തെ കുറിച്ച്. ഗുരുവായൂർ അമ്പലനടയിൽ തൊഴുകയോടെ നിൽക്കുമ്പോഴാണ് പ്രണയ സായുജ്യം നേടുന്നത് എന്ന് വായിച്ചു ഞാൻ. അപ്പോൾ എന്താണ് എൻ്റെ ചോദ്യം ഇതാണ്, ഒരു പ്രണയിച്ച പുരുഷന്മാരെക്കാൾ, വിവാഹം കഴിച്ച ആളെക്കാൾ എന്താണ് കൂടുതൽ അധികമായി ഒരു കൃഷ്ണ പ്രണയ സങ്കല്പത്തിൽ നിന്ന് ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്?
കൃഷ്ണൻ എന്ന് എൻ്റെ ചിന്താഗതിയിൽ കൃഷ്ണൻ എന്നുള്ള എനിക്കെല്ലാം കൃഷ്ണനാണ്. എല്ലാറ്റിലും കൃഷ്ണനെ കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ ജനിച്ചതും വളർന്നതും ഗുരുവായൂർ അടുത്താണ്, തമ്പുരാമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കോട്ടപ്പടിയിൽ. അപ്പോൾ ഈ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് കൃഷ്ണനോട് സംസാരിച്ചിട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ എന്തുണ്ടെങ്കിലും കൃഷ്ണനോട് പറയണം. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും കൃഷ്ണ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കളിക്കൂട്ടുകാരനായിട്ടായിരിക്കാം കൃഷ്ണൻ എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പിന്നീട് ഒരു പ്രണയം എന്നുള്ള രീതിയിൽ കൃഷ്ണനിൽ നിന്ന് വിട്ടെനിക്കൊന്നുമില്ല. പ്രണയം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്നത് MTയുടെ ചില വരികളുണ്ട്. പ്രണയം ഒരു അഡ്വഞ്ചറാണ്. അതായത് ഒരു മലകയറ്റം പോലെയാണ്. നമ്മൾ കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി, ത്രില്ലാണ്. നമുക്ക് മുകളിൽ ചെന്ന് എന്താണെന്നറിയാനുള്ള ത്രില്ലാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഏറ്റവും മുകളിലെ പാറയിൽ നമ്മുടെ പേരെഴുതിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശൂന്യതയാണ്. പ്രണയം അവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചുള്ളൊരു ഇറക്കാണ്. ആ ഇറക്കത്തിൽ പലപ്പോഴും നമ്മളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും പലർക്കും. ഞാൻ ഒരു കവിത എഴുതിയതിലുണ്ട്, ഒരു നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു കുഞ്ഞിനെ, ആ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ്റെ പ്രണയം അങ്ങനെയല്ല. നോർമൽ ആളുകൾ തമ്മിലുള്ള പ്രണയം പോലെ കൃഷ്ണൻ്റെ പ്രണയം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നുള്ള പോലെ ഒരു വ്യക്തിയിൽ നിന്നോ വസ്തുവിലേക്കോ അങ്ങനെ മാറി മാറി ഈ പ്രണയം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കൃഷ്ണൻ അവിടെ നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ എന്തിനോ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും. കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്കിങ്ങനെ കൃഷ്ണൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാമുകനായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ കണ്ടിട്ടുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാനും ആരുമില്ല എന്ന് തോന്നുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ബിംബത്തിൽ നോക്കിയാണ് സംസാരിക്കാറുണ്ട്. കാണുന്നവർക്ക് അതിനൊരു ഭ്രാന്ത് എന്നായിരിക്കും തോന്നുക. അല്ലെങ്കിൽ നമുക്കറിയാം എഴുത്തുകാർ പകുതിയും ഒരു ഭാവനയുടെ ലോകത്തായിരിക്കും. ഒരു ഫിക്ഷനിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരാളേ ഉള്ളൂ കൃഷ്ണൻ. പലർക്കും സമയമില്ല. ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ കാമുകനാണെങ്കിലും അവർക്കൊന്നും സമയം ഉണ്ടായിരിക്കില്ല. കൃഷ്ണന് സമയമുണ്ട് എല്ലാം കേൾക്കാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കൃഷ്ണൻ ഒരു പ്രണയ സങ്കല്പമാണ്. എല്ലാം പറയാനുള്ളൊരു കാമുകനാണ് കൃഷ്ണൻ. എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ ചേർത്ത് വെക്കാം. പറയൂ. ഒരു പക്ഷേ ടീച്ചർ വരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം കൊണ്ടാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിലേക്ക് വരുന്നത്. അതിനെ കുറച്ചുകൂടി വിശാലമാക്കി അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുമ്പോൾ ഈശ്വര പ്രണയം, ദൈവപ്രണയം നമുക്കതിന്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചർ പറഞ്ഞതുപോലെ മനുഷ്യർ തമ്മിലുള്ള ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനൊരു ഉത്തുംഗാവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് അപ്പുറം അതിനകത്ത് വളരെയധികം അർത്ഥശൂന്യത അനുഭവപ്പെടുകയാണ്. കാരണം പ്രണയത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേർക്ക് തീവ്രമായിട്ട് രണ്ടുപേർക്കും ഒരേ തീവ്രതയോടെ പ്രണയം ഉണ്ടായിരിക്കില്ല. അതിനൊരു ഏറ്റക്കുറച്ചിൽ സംഭവിക്കും. നേരെ മറിച്ച് ഒരു ദൈവികമായ ഒരു പ്രണയത്തെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്കത് എപ്പോഴും ഉള്ള അവൈലബിലിറ്റി അല്ലേ. പക്ഷെ അതിനകത്ത് വളരെ വളരെ നർമ്മം ചേർത്ത് നമ്മൾ പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും. എന്താണെന്നറിയോ, അപ്പുറത്തുള്ള ആള് ദൈവമായിരിക്കുമ്പോൾ, ദൈവം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം എന്ന് നമുക്ക് പറയാം. യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുന്നവർക്ക് അങ്ങനെയാണ്. സങ്കല്പം എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് ആ സങ്കല്പത്തിന് അവിടെ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കില്ല. അത് അവിടെ തന്നെ കാണും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ട് അനുഭവപ്പെടുന്നത് അല്ലെ. തീർച്ചയായും കൃഷ്ണ കവിതകൾ ഒരുപാടുണ്ട്. കൃഷ്ണമയം, കണ്ണന്റെ പരിഭവം എന്നിങ്ങനെ തുടങ്ങി അല്ലെ. കണ്ണന്റെ പരിഭവം എന്ന കവിതയിലെ ചില വരികൾ എനിക്ക് വളരെയധികം ആകർഷണീയമായി തോന്നി. ഞാൻ ചില വരികൾ ഇങ്ങനെയാണ്. നീലക്കാർ വർണ്ണ നിന്നുടെ ഗോപികമാർ ചാരെ വരില്ലേ, ആനന്ദാമൃതമൊരു നർത്തനമാടിത്തളരാൻ കൂട്ടരുമില്ലേ, ചന്തത്തിൽ കാഴ്ചകൾ വയ്ക്കാൻ ചെങ്കതളിക്കുലകളുമില്ലേ, കുന്നിക്കുരു മഞ്ചാടിക്കുരു ഉരുളിയിലാരും വാരിയിടില്ലേ, എന്തേ ഒരു തേങ്ങൽ കേൾപ്പൂ കണ്ണാ നിൻ മിഴികൾ നിറഞ്ഞു, പൊന്നോടക്കുഴലുമിതെന്തേ ചുണ്ടിൽ നിന്നും തെന്നിമറഞ്ഞു. മനോഹരമായ വരികളാണ്. താങ്ക് യു. അത് എഴുതാനുണ്ടായ സാഹചര്യം നമ്മുടെ ഈ കോവിഡ് ടൈമിൽ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ എത്തിയ ഒരു 6 മാസം ആകുമ്പോഴേക്കും എനിക്ക് നാട്ടിൽ പോകണം. എന്തിനാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. നാട്ടിൽ പോയി ഗുരുവായൂർ എത്തണം, അങ്ങനെ ഒരു ചിന്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് ആ സമയത്ത് 2 വർഷത്തോളം നാട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഗുരുവായൂർ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ശൂന്യമായിട്ടുള്ള നടയാണ്, ആരുമില്ല. അങ്ങനത്തെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കൃഷ്ണന് ആരും ഇല്ലാത്ത ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്ക് ചെല്ലണം എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയൊരു കവിതയാണത്. എന്തിനാണ് വിഷമം എന്നുള്ള പോലെ അന്ന് എഴുതിയിട്ടുള്ളൊരു കവിതയാണത്.
അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. കൃഷ്ണൻ തനിച്ചായി പോകുമോ എന്നൊരു ചിന്ത അല്ലേ? അതുവരെ ഒരുപാട് പതിനായിരങ്ങളാണ് വരിക എല്ലാ ദിവസവും ഗുരുവായൂര്. അത് ഇന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റയ്ക്ക് കൃഷ്ണൻ നിൽക്കുന്നു, പൂജ നടത്തുന്ന ആള് മാത്രം കയറുന്നു ഇറങ്ങുന്നു. അപ്പൊ ആരും കാണാൻ പറ്റാതെ പോകുമ്പോൾ ഏകാന്തത എന്താ നമുക്കറിയാം അതിന്റെ വിഷമം. അപ്പൊ ആ ഒരു വിഷമമായിരുന്നു എനിക്കുണ്ടായത്. ഒരു കവയത്രിയായ കാമുകിക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. അതെ, തീർച്ചയായും അത്രേ പറ്റുള്ളൂ. അതേ പറഞ്ഞത്, മറ്റുള്ള ആളുകൾക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എഴുതുന്നവരുടെ മനസ്സിലുള്ള വിഷമവും കാര്യങ്ങളും അത് കാണുന്നവർക്ക് അത് ആ ലെവലിൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ടീച്ചറുടെ കവിതകളിൽ 2 തരത്തിലുള്ള രചനാരീതി കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഗദ്യ കവിതകൾ, അതോടൊപ്പം പ്രാസം ഒപ്പിച്ച് ഈണം ഒപ്പിച്ച് എഴുതുന്ന കവിതകൾ. എങ്ങനെയാണ് ഈ കവിതകളുടെയൊക്കെ പിറവി? സത്യത്തിൽ എനിക്ക് കവിത അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ചെയ്ത് വരുന്നതല്ല, ഒരു ഒഴുക്കാണ്. അപ്പം അനീഷയ്ക്ക് അറിയാലോ, അതൊരു ഒഴുക്കാണ്. ഒരു സമയത്ത് മാത്രമേ അതിലെ വരികൾ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് ആ വരികൾ മറന്നുപോയി കാണും, നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും ഒരു പെൻസിൽ അല്ലെങ്കിൽ പേന, ഒരു പേജ് ഷീറ്റ് എപ്പോഴും തലേൻ്റെ ചോട്ടിൽ വെക്കും. ഉറക്കത്തിൻ്റെ ഉള്ളിൽ എഴുതാൻ തോന്നിയോ എങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. ഉറങ്ങാൻ തോന്നുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് എഴുതാൻ തോന്നുക. ചിലപ്പോൾ അടുക്കളയിലായിരിക്കും, എന്നെ ടീച്ചേഴ്സ് കളിയാക്കും ദോശ ചുടുന്നതിൻ്റെ ഉള്ളിൽ കവിത എഴുതാൻ തോന്നിയെന്നൊക്കെ. അപ്പോൾ എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് എഴുതണം. ഞാൻ കിച്ചണിലും വെക്കും ഇതുപോലൊരു പേപ്പർ, പേന. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കവിത എഴുതാറുള്ളത്. ഈ ഗദ്യ കവിത, പദ്യ കവിത എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു മലയാളം ടീച്ചറാണ് ഞാൻ. നമുക്ക് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പദ്യ കവിത വേണം, അത് നിർബന്ധമാണ്. കാരണം അതിൻ്റെ പദ്യ കവിതയ്ക്കൊരു താളമുണ്ട്. അത് താളം കണ്ടെത്തുക എന്ന് പറഞ്ഞൊരു പഠന പ്രവർത്തനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് കാണുന്നില്ല, അത്തരം കവിതകളില്ല. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ആ ഒരു കുട്ടികളുടെ ശ്രദ്ധ താളം വേണം. അവർക്ക് ആശയത്തിന് ഒരു പ്രാധാന്യം ഇല്ല ആ ഒരു പ്രായത്തിൽ. കാക്കയെ കൂടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ കാക്കയെ കൂടുന്നല്ല ഇവിടെ വിഷയം, ആ ഒരു താളമുണ്ട്. അപ്പോൾ ഒരു കവിത കുട്ടി ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും താളത്തിൽ കവിതകൾ വേണം. അതുകൊണ്ടായിരിക്കാം എനിക്ക് വൃത്തം ഒപ്പിച്ച് എഴുതണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഒരു താളം വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ താളത്തിലാണ് കവിത എഴുതിയിരുന്നത്. പിന്നീടാണ് ഗദ്യ കവിതയിലോട്ട് മാറിയത്. കാരണം കാലം മാറ്റം വേണം. പ്രത്യേകിച്ച് ഒരു മലയാളം ടീച്ചർക്ക് മലയാള ഭാഷയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതും ഏതൊക്കെ രീതിയിൽ എഴുത്ത് മാറുന്നു അതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. അപ്പോൾ ആ മാറ്റമാണ് കവിതയിലും ഉള്ളത്. ടീച്ചറുടെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് വളരെയധികം കവിത്വം ദർശിക്കാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ. പക്ഷേ ഞാൻ വ്യക്തിപരമായി നേരിട്ട ചില വിമർശനങ്ങളുണ്ട്. ഇതുപോലെ താളനിബിഡമായിട്ടുള്ള കവിതകൾ എഴുതുമ്പോൾ അത് പഴയ കാലത്തേക്കുള്ള ഒരു സഞ്ചാരമാണ് എന്നുള്ളൊരു കാര്യം. അതിനെ നോക്കി കാണുന്ന ആ വിമർശനത്തെ നമ്മളോടും അങ്ങനെ പറയാറുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ ഇടുമ്പോൾ ആളുകൾക്ക് വളരെ സപ്പോർട്ടാണ് ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. താളാത്മകമായ കവിതകൾക്ക് അവർക്ക് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല ഞാൻ ആരോടും പറയാറില്ല ഇതൊന്ന് ചൊല്ലിത്തരുമെന്ന്, പക്ഷെ ആളുകൾ അതെടുത്ത് ചൊല്ലിയിട്ട് നമുക്ക് അയച്ചു തരുന്നു. അത് നല്ല നല്ല ഗായകർ. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ തലമുറയ്ക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. കാരണം വൃത്തം പഠിക്കണം, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ, മലയാളത്തിലെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാവാം എന്തിനാണ് താളത്തിൽ ആശയം അതേപടി പകർത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ, കാലാനുസൃതമായ മാറ്റം വേണം. എല്ലാവരും അങ്ങനെ എഴുതുന്നു, അപ്പം നമ്മളും അങ്ങനെ എഴുതിയേ പറ്റൂ. ആശയത്തിന് പ്രാധാന്യമുണ്ട്. നമ്മളും അങ്ങനെയും കൂടി എഴുതിയേ പറ്റൂ. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ആത്മാവിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇല്ല. അത് അത്യാവശ്യമാണ്, ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. കാരണം ഒരു BA ലെവലിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠന വിഷയമായിട്ട് വേണമെങ്കിൽ ഗദ്യ കവിത എടുക്കാം. പക്ഷെ ചെറിയ ക്ലാസ്സിൽ എന്ത് ചെയ്യും? 1, 2, 3 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കവിതയോട് ഇഷ്ടം വേണമെങ്കിൽ തീർച്ചയായും താളാത്മകമായ കവിത വേണം. അത് പ്രണയം തുടങ്ങിയ വിഷയങ്ങളാവണമെന്നില്ല, മറ്റെന്ത് വിഷയവുമാവാം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിലും അതെ, തീർച്ചയായിട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റും കവിത. അത് താളം വളരെ നിർബന്ധം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ്. പിന്നെ ഗദ്യ കവിത കൂടി നമ്മൾ എഴുതുന്നു, ആശയം കൂടി നമ്മൾ നോക്കണമല്ലോ, അങ്ങനെ എഴുതുന്നു മാത്രം. അപ്പോൾ ഏത് തരം കവിതകളാണ് ടീച്ചർ കേൾക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത്? കവികൾ, ഇഷ്ടമുള്ള കവികൾ? എനിക്കിഷ്ടം താളാത്മകമായ കവിതകളാണ്. അനീഷയുടെ കവിതയൊക്കെ ഞാൻ വളരെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് താളാത്മകമായ കവിതകളാണ് ഇഷ്ടം. പക്ഷേ മറ്റ് കവിതകളും എനിക്ക് കൂടുതലും ആളുകൾ, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം, അവരെനിക്ക് തെറ്റിതിരുത്താനൊക്കെ പ്രൂഫ് റീഡിങ്ങിന് തരാറുണ്ട് കവിത. അപ്പോൾ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ ഗദ്യ കവിത മോശമൊന്നുമില്ല, നല്ല നല്ല കണ്ടന്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എഴുത്തുകാർക്ക് ഒരുപാട് നന്നായി എഴുതുന്നുണ്ട്. അപ്പോൾ അതിനെ മോശമെന്ന് പറയുന്നില്ല, പക്ഷെ എഴുതുമ്പോൾ നമുക്ക്, എന്നെ സംബന്ധിച്ച് ഒരു സംതൃപ്തി കിട്ടുന്നത് താളാത്മകമായത് ഞാൻ തന്നെ ചൊല്ലിയിട്ട് ഞാൻ തന്നെ എഴുതാം. അപ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു ഒഴുക്കിൽ പെട്ടെന്ന് കിട്ടുന്ന ചില വരികളാണ്. അതിന് പിന്നീട് നമ്മൾ താളം കൊടുത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും.
അപ്പോൾ ഞാനതിനെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ താല്പര്യം പോലെ, ആളുകളുടെ താല്പര്യം പോലെ എന്ന് മാത്രം. മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത ഒരാളെന്നുള്ള രീതിയിൽ ആ പഠനകാലത്തൊക്കെ ഏത് എഴുത്തുകാരാണ്, ഏത് കവികളാണ് സ്വാധീനിച്ചിട്ടുള്ളത്? മാധവിക്കുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. കവിത ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വിട്ടിട്ടൊരു കളിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഒരു പക്ഷേ പിന്നെ നമ്മുടെ എല്ലാ കവികളും ഇട്ട മലയാളത്തിൽ അങ്ങനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പണ്ടത്തെ കവികളെല്ലാം എല്ലാ കവിതകളും നല്ലത് തന്നെയാണ്. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ മുതൽ ഇങ്ങോട്ട് എടുത്താലെല്ലാം, അതിന് മുന്നേ അതേട്ടാ ചെറുശ്ശേരി മുതലെടുക്കുക, നമുക്ക് കൃഷ്ണഗാഥ ഉൾപ്പെടെ എല്ലാം. പക്ഷേ എനിക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാരനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് ഏത് രീതിയിലും ചൊല്ലാൻ പറ്റും, താളത്തിലും ചൊല്ലാം, ഗദ്യകവിതയായിട്ട് നമുക്ക് എടുക്കാം. കണ്ടന്റുകൾ നല്ല 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 ആശയമാണ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കി എല്ലാ കവികളും ഇഷ്ടം തന്നെ, വൈലോപ്പിള്ളി, എല്ലാവരും എനിക്ക് ഇഷ്ടം തന്നെയാണ്. മലയാളം ടീച്ചർ എന്നുള്ള ഇതിൽ മലയാളം പഠിച്ചു എന്നുള്ളതിൽ അതെ അതെ. പിന്നെ നമ്മൾ പഠിച്ച വിഷയം, പഠിച്ച കവിതകളോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പം അത് കാരണം ആ കവികളോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് കൂടുതൽ വരും. സുഗതകുമാരി ടീച്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷ്ണ നീ എന്നെ അറിയില്ല. നന്ദിതയെ കുറിച്ചൊരു കവിത അതിനകത്ത് കണ്ടിരുന്നു. നന്ദിത എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നെയും വ്യക്തിപരമായിട്ട് ആ ഒരു പ്രായത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നന്ദിതയുടെ ഒരു പുസ്തകം പിടിച്ചായിരുന്നു ഞാൻ +2 ക്ലാസ്സുകളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം കാൽപ്പനികമായ ഒരു കാര്യമായിട്ട് നന്ദിത കൂടെ ഉണ്ടായിരുന്നു. നന്ദിതയെ കുറിച്ച് അങ്ങനെ ഓർമ്മകളുണ്ടോ? ഇല്ല, നന്ദിതയുടെ കവിതകൾ ഞാൻ വായിക്കുന്നത് തന്നെ ഞാൻ BA പഠിക്കുമ്പോഴോ മറ്റുമാണ് ഞാൻ വായിക്കുന്നത്. അതിന് ശേഷമാണ്, BA കഴിഞ്ഞിട്ടാണ് തോന്നി ഞാൻ വായിക്കുന്നത്, MA മറ്റോ. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു ആകർഷണം തോന്നി വരികളോട്. എന്താണെന്നറിയില്ല, അത് താളാത്മകമായ കവിതയൊന്നുമല്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉരുകുന്നൊരു സ്ത്രീ എന്നുള്ളത്. എനിക്ക് സ്ത്രീകൾ പൊതുവെ വിഷമിക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമാണ്. എന്നുവെച്ചാൽ പുരുഷന്മാരോടൊരു വിരോധം എന്നൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്കൊരു അത്താണി വേണം, സ്ത്രീകൾക്ക് എല്ലാം പറയുന്ന ഒരാൾ വേണം. അങ്ങനെ പറയാൻ ആളുണ്ടെങ്കിൽ തന്നെ ഒരു ആത്മഹത്യ എന്നുള്ളതിന് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. നന്ദിത ആത്മഹത്യ ചെയ്യായിരുന്നല്ലോ, രാജലക്ഷ്മി എഴുത്തുകാരി ആത്മഹത്യ ചെയ്യായിരുന്നല്ലോ. രാജലക്ഷ്മിയുടെ കഥകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരോടൊക്കെ ഒരു സഹതാപവും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതാണ് ആ കവിതയിലൂടെ വന്നത്. നന്ദിതയ്ക്ക് ഒരു മരണകാമന ഉണ്ടായിരുന്നു, ആ മരണത്തെ അവർ പുൽകുകയും ചെയ്തു. ഇത്തരത്തിൽ മരണകാമന ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സർഗാത്മകതയിൽ ഏർപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, എഴുത്തുകാരെ ഈ പരാമർശിച്ച പേരുകളൊക്കെ. എനിക്കൊക്കെ ആ പ്രായത്തിൽ ഈ മരണകാമന ഉള്ളിൽ പേറുന്ന നന്ദിതയോടൊക്കെ ഒരു കാൽപ്പനികമായ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ശുദ്ധ അബദ്ധമാണെന്ന് ഇപ്പം മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾ വളരുന്ന ഒരു പ്രായത്തിൽ നമ്മളെ അത് സ്വാധീനിക്കും. ചിലപ്പോൾ ഒരു കാരണമില്ലാത്ത വിഷാദത്തിന്റെ ലോകത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. അത്തരത്തിലൊരു സാധ്യത എഴുത്തുകൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മുരുകൻ കാട്ടാക്കട ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കവിത വായിച്ച ഒരാൾ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കവികൾ പൊതുവെ വികാരജീവികളാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അവരുടെ മനസ്സിൽ, അവരെ അളക്കാൻ നമുക്ക് പറ്റില്ല. ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ അവർക്കത് വലിയ പ്രശ്നമായിരിക്കും. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. എല്ലാവർക്കും ഇത് വളരെ സിമ്പിളല്ലേ എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്നാൽ അവർ വലിയ പ്രശ്നമായി തോന്നുന്നത് നമുക്ക് വളരെ നിസ്സാരമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ എഴുത്തുകാർ ലോല ഹൃദയരാണ്. എനിക്കത് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് ഈ BA MA പഠിക്കുമ്പോൾ കൂടുതൽ. അതുപോലെ എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ ഉണ്ട്. ഞാൻ ഭയങ്കര വികൃതിയായിരുന്നു സ്കൂളിൽ. എൻ്റെ അത്ര പോക്കിരി ഉണ്ടായിരുന്നുണ്ടാവില്ല, അത്ര വികൃതിയായിരുന്നു. LF സ്കൂളിൽ ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും എന്നെ ചീത്ത പറയും. ബാക്ക് ബെഞ്ചിനാണ്, അത് വേറെ കാര്യം, എല്ലാവരും ചീത്ത പറയും. ഈ സിസ്റ്റർ മാത്രം, മലയാളം സിസ്റ്റർ മാഗി, ഇത് എന്നെ വിളിച്ച് ഇങ്ങനെ സ്നേഹത്തിൽ ഒന്നും ചോദിക്കില്ല. ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഒരുപാടുണ്ട്, പട്ടിക ഒന്നും ചോദിക്കില്ല, വളരെ സ്നേഹത്തിൽ എന്നോട് സംസാരിക്കും. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി മലയാളം പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മലയാളം അധ്യാപകരൊക്കെ വളരെ ലോല ഹൃദയരാണെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിസ്സാരമായതായിരിക്കാം, അതിനെ ഒരാളോട് പറയാനും അതിന് പരിഹാരം കണ്ടെത്താനും കേൾക്കാൻ ഒരാളില്ല. അതാണ് ഇന്നത്തെ തലമുറയുടെ, അല്ലെങ്കിൽ അന്നാണെങ്കിലും കേൾക്കാൻ ഒരാളില്ല, വിശ്വസ്തനായ ഒരാളില്ല. അപ്പോൾ അതായിരിക്കും ഇവർക്കൊക്കെ മരണത്തിന് കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളത് ഒരു എന്തിനും നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ടായിരിക്കും. നല്ല വശം മാത്രമേ നമ്മൾ എടുക്കണ്ടൂ. കവിതകളെ കവിതയായിട്ട് കണ്ടാൽ മതി, അവിടെ കവിയെ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുത്തുകാർക്ക് ഒരു നമ്മുടെ ഭാഷ, ആത്മാവിന്റെ ഭാഷ വ്യത്യസ്തമാണ്. ആ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന, ആ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യരെ തേടുന്ന ഒരു പ്രക്രിയ ഇതിനകത്ത് നടക്കാറുണ്ട്. ശരിയല്ലേ? ഒരു പക്ഷെ ചുറ്റിലുള്ള മിക്ക മനുഷ്യരിലും നമ്മളത് കാണാറില്ല. അതെ അതെ, ശരിയാണത്.
അല്ല, എഴുത്തുകാരനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് മാധവിക്കുട്ടി തന്നെ പറയുന്നുണ്ടല്ലോ, അവരുടെ സ്വഭാവത്തിൽ പലപ്പോഴും അവരെ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരിപ്പോൾ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് സത്യം ഇപ്പൊ ചോദിക്കുന്ന മറുപടിയെല്ലാം കുറച്ച് കഴിഞ്ഞാൽ പറയാം. അതായത് ഫുൾ ഭാവനയുടെ ലോകത്താണ്. നമുക്ക് ഒരിക്കലും ഇപ്പം ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി അതിനെക്കുറിച്ച് എനിക്ക് ചിന്ത ഉള്ളത് കൊണ്ട് എനിക്ക് അത്രത്തോളം ഭാവനയിലോട്ട് കിടക്കാൻ പറ്റില്ല. ഇപ്പം അനീഷ ഉൾപ്പെടെയുള്ള മറ്റെഴുത്തുകാരുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ വേറൊരു ലോകത്താണ് എഴുതുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്താണ്. നമുക്ക് പലതും എഴുതാനുണ്ട്. അതെല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറയുന്ന വേറൊരു ലോകത്ത് ചിലർക്ക് ലഹരിയാണ് എഴുത്ത്. ചിലർ കള്ളു കുടിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ചിലർ കഞ്ചാവ് വലിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമുക്കിതൊന്നുമില്ല, നമ്മൾ എഴുതുന്നു ഇല്ലേ? അപ്പോൾ അബ്നോർമലായ ഒരു അവസ്ഥയിൽ നിന്നാണ് എഴുത്ത് വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരിക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുമ്പോഴാണ് നമുക്ക് ഒരു സഹൃദയൻ എന്നുള്ളൊരിത് വരുന്നത്. അത് അത്യപൂർവം ആളുകളിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കുക എന്നുള്ള കഴിവ് കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ. 3 കവിതാ സമാഹാരങ്ങളാണല്ലോ വന്നിട്ടുള്ളത്. ആദ്യത്തെ കവിതാ സമാഹാരം എപ്പോഴായിരുന്നു പ്രസിദ്ധീകരിച്ചത്? ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ടാണ് കവിതാ സമാഹാരം പുസ്തകമാക്കിയിട്ട് ഇറക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. എൻ്റെ ആദ്യത്തെ കവിത ഏകാന്തതയെക്കുറിച്ച് തന്നെയായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കവിത എഴുതിയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പിന്നെ കോളേജിലൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പുസ്തകമായിട്ട് മാഗസിനിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരു പുസ്തകം എന്നുള്ള രൂപത്തിൽ ആക്കണം എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് UAE വർക്ക് ചെയ്ത ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലാണ്. അവിടുത്തെ അധ്യാപകർ, സൂപ്പർവൈസർ, പ്രിൻസിപ്പൽ എല്ലാവരും വളരെ സപ്പോർട്ടാണ് എഴുത്തിന്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു പുസ്തകമാക്കിയിട്ട് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല, അങ്ങനെ ചെയ്യണമല്ലോ, കവിതയൊക്കെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ അവരങ്ങനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ ആദ്യമായിട്ട് കവിതാ സമാഹാരം ഇറക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ എന്നൊക്കെ വളരെ പ്രോത്സാഹനമായിരുന്നു. എഴുത്തിനൊക്കെ വളരെ വിമർശിക്കും ചെയ്യും, നന്നായിട്ട് വിലയിരുത്തും. ആദ്യത്തെ പുസ്തകം കരിമഷിയും തൂലികയും. അതെ, അവിടുത്തെ തന്നെ ഒരു മാഷ് റാഷിദ് സാറാണ് അതിൻ്റെ കവർ ചെയ്തത്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് അവർ തന്നെ വന്ന് ഏറ്റെടുത്ത് നടത്തി തരിക എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ നമ്മുടെ അക്ഷരക്കൂട്ടത്തിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, എങ്കിൽ പോലും അവരായിരുന്നു മുൻകൈ എടുത്തെല്ലാം ചെയ്തത്. അപ്പോൾ ആ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെയൊക്കെ പിന്നെ ഇങ്ങനെ വഴിയേ വന്നു എന്ന് മാത്രം. പ്രവാസ ലോകം എഴുത്തിന് വളരെയധികം സപ്പോർട്ട് നൽകുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സാറ്റർഡേ സൺഡേ പറഞ്ഞാൽ നമുക്ക് കല്യാണങ്ങൾക്ക് പോകണം, എന്തെങ്കിലും പേരിടലുണ്ടാവും ഇല്ലേ, എന്തെങ്കിലുമൊക്കെ. ഇവിടെ ഒന്നുമില്ല. ജോലി കഴിഞ്ഞ് വരിക, ഇരിക്കുക, സുഖമായി ഉറങ്ങുക. അപ്പം നമുക്ക് നമ്മുടെ ലോകം വേറൊന്ന്, എഴുതാനുള്ളൊരു ഇത് കിട്ടും, വായിക്കാനും. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസ ജീവിതമാണ് എഴുത്തിന് എനിക്കൊരു വളക്കൂറ് എന്ന് പറയാനുള്ളത്. പ്രവാസ ജീവിതമാണ്. എഴുത്തുകളിൽ ഈ പറഞ്ഞതുമാതിരി പ്രണയവും അസ്വാതന്ത്ര്യവും അതിനെക്കുറിച്ചൊക്കെ തുറന്ന് എഴുതുമ്പോൾ അത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിനകത്ത് നിൽക്കുന്ന സ്ത്രീ, ചുറ്റുപാടുകളെ എത്രത്തോളം വകവെക്കേണ്ടതുണ്ട്, ഭയക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. എന്നെ സംബന്ധിച്ച് എഴുത്തിന് എനിക്ക് പരിമിതികളുണ്ട്. കാരണം ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് ഞാൻ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുതി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ വന്ന് ചോദിക്കും, ടീച്ചറെ പ്രണയം, സ്വാഭാവികമായിട്ടും അതാണ്. അപ്പോൾ എനിക്ക് പരിമിതികളുണ്ട് പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോഴും മറ്റെന്തിനെക്കുറിച്ച്. പക്ഷേ എൻ്റെ വീട്ടിനകത്ത് നിന്ന് എനിക്കൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഭർത്താവാണെങ്കിലും വീട്ടിലെ മക്കളാണെങ്കിലും അമ്മ എല്ലാവരും വളരെ സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് എഴുതാനുള്ളതെല്ലാം ഞാൻ എഴുതുന്നു. പക്ഷെ പുറത്ത് വിടുന്നത് വളരെ ശ്രദ്ധിച്ചു മാത്രമാണ് കവിതകൾ പുറത്തോട്ട് ഇടാറുള്ളത്. കാരണം ഇത് തന്നെയാണ്, ഒരു അധ്യാപിക എന്ന നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. എന്തിനെക്കുറിച്ച് പറയുമ്പോഴും ചില വാക്കുകളൊക്കെ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതൊരു സ്വാതന്ത്ര്യക്കുറവ് എന്നൊന്നുമില്ല, ഞാൻ എഴുതുന്നുണ്ട്. അത് പുറത്തോട്ട് വിടാനുള്ള സമയമാകുമ്പോൾ നമുക്കത് എടുത്ത് പുറത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് പരിമിതികളുണ്ട്. എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് എഴുതുക എന്നുള്ളതിലാണ് കൂടുതൽ ആത്മസംതൃപ്തി, അത് വെളിച്ചം കാണിക്കുക അല്ല സത്യം. എനിക്ക് എഴുതി തീർക്കണം, എൻ്റെ പ്രശ്നങ്ങൾ എഴുതി തീർക്കണം. ഒരു ആത്മകഥ അംശമായിട്ടുള്ള ഒരു നോവൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ കുറച്ചുകൂടി നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഒരു 10-60 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷെ എനിക്കതവിടെ ഉണ്ടാവണം. ഞാൻ മരിച്ചു പോയാലും ആരെങ്കിലും എടുത്തത് വെളിച്ചം കാണിക്കണം. ഇപ്പം എനിക്കത് പുറത്ത് വിടാറായിട്ടില്ല. അങ്ങനെയെല്ലാം അങ്ങനെയാണ്. ഈ കവി ഗദ്യത്തിലേക്ക് കടക്കുമ്പോൾ, ഗദ്യ സാഹിത്യത്തിലേക്ക് കടക്കുമ്പോഴുള്ള അനുകൂലമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മലയാളം പഠിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് എല്ലാ എഴുത്തും ഒരുപോലെയാണ്. സമയപരിമിതി ഭയങ്കരമായിട്ട് ഉണ്ട്. ഇപ്പോൾ കവിത എഴുതുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്ലോയിൽ നമുക്ക് എഴുതാം. കഥയ്ക്ക് നമുക്ക് ത്രെഡ് കിട്ടുകയുള്ളൂ. അത് നമ്മളവിടെ ഇട്ടിങ്ങനെ വെച്ചിട്ട് പിന്നെ അതിന് വികസിപ്പിച്ച് എഴുതാനുണ്ട്. അതെ, സമയം വളരെ വളരെ വേണം. മാത്രമല്ല അതിങ്ങനെ തേച്ചും എനിക്കിങ്ങനെ കൊണ്ടുവന്ന് ഒന്നുകൂടി പെർഫെക്ഷൻ നമുക്കിങ്ങനെ തോന്നും.
കവിതയ്ക്ക് അതില്ല. കവിത പലരും പറയാറുണ്ട്, കവിത എഴുതുമ്പോൾ നമ്മളൊരു കവിത എഴുതി കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി തിരുത്തി എഴുതണമെന്ന് വീരാൻകുട്ടി മാഷ് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കവിത വായിച്ചിട്ടില്ല, അതിന് മുന്നേ തന്നെ എന്നെ കണ്ടപ്പോൾ ആദ്യമായി സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കവിത എഴുതുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു വരികൾ അതേപടി പകർത്തുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നാറുണ്ട്. എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം എന്നല്ലാതെ കഥ അങ്ങനെയല്ല. കഥ നമ്മൾ എത്രമാത്രം മാറ്റി എഴുതുന്നോ അത്ര മാത്രം പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു കഥ പുറത്തോട്ട് വിടുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടുക എളുപ്പമല്ല. എന്നെ സംബന്ധിച്ചിട്ട് സമയവും ഒരു പ്രശ്നമാണ്. എന്നാലും എഴുതും, നമുക്ക് എഴുത്ത് എന്നുള്ളതൊരു എഴുതും എന്ന് മാത്രം. ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ ഇവിടുത്തെ കുട്ടികളിൽ എത്രത്തോളം കവിതയുടെയും എഴുത്തിൻ്റെയും ഒക്കെ സ്വാധീനമുണ്ട്? പുസ്തകങ്ങളുമായിട്ട് അവർ എത്രത്തോളം അടുപ്പത്തിലാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു കോവിഡിന് മുന്നേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുട്ടികൾ വായനാശീലം ഉണ്ടായിരുന്നു. നമ്മൾ പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ചെയ്തു വരാനുമൊക്കെ. ഇപ്പോൾ അവരങ്ങനെയല്ല. ഇവർക്ക് PPT ചെയ്യാനാണ് താല്പര്യം, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ളതിനോടാണ് അവർക്ക് താല്പര്യം. ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക, അത് തരിക. അല്ലാതെ അവർക്ക് എഴുതാനുള്ള ഇതൊക്കെ കുറച്ച് കുറവാണ് ഈ 2-3 വർഷത്തിന് ശേഷം ഉള്ള കുട്ടികളിൽ. സാഹിത്യവാസന എന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ 3ാമത്തെ പുസ്തക പ്രകാശനത്തിന് എൻ്റെ കുട്ടികളെല്ലാം ഓടി വന്നിട്ട് അവർ സ്കൂൾ വിട്ട് വന്ന് വളരെ ബുദ്ധിമുട്ടിയ പാവങ്ങൾ എല്ലാവരും വരലും ഒരുപാട് സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് ക്ലാസ് ചെല്ലുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തരുന്നു. അങ്ങനെ എൻ്റെ എഴുത്തിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും. എൻ്റെ സ്റ്റാറ്റസ് കണ്ട് എപ്പോഴും ഓരോ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ വായിച്ച് ആസ്വദിക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. ആ വായിക്കാനുള്ള ഒരു അവസ്ഥ അവർക്കില്ല. അവർക്ക് ഫുൾ ടൈം സാങ്കേതികതയോടാണ് കൂടുതൽ അവൈലബിൾ ആണത്. കാരണം അവർക്ക് ബുക്ക് ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വികാരപരത നമ്മൾ പറയുന്നതിന് അവിടെ കുറവ് സംഭവിക്കില്ലേ? കുറച്ചൊക്കെ അത് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതും നമ്മൾ ഒരു ലാപ്ടോപ്പിൽ കാണുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് തന്നെ അറിയാലോ പരിമിതികളുണ്ട് അതിന്. അപ്പോൾ ഈ അതിനെ ചൂസ് ചെയ്യുന്നു. അതെ. അപ്പൊ അവർക്ക് എല്ലാം ഫാസ്റ്റ് ആണ്, അവർക്ക് പെട്ടെന്ന് കിട്ടണം. അവർക്ക് പേജ് മറക്കിയ പോലും വേണ്ട, അവരിങ്ങനെ ടപ്പടപ്പേന്ന് പറഞ്ഞ് വായിക്കുന്ന കുട്ടികളാണ്. എഴുത്താണെങ്കിലും അവർക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ആസ്വാദനം എന്നുള്ളത് എത്രമാത്രം അവർക്ക് വായിക്കാൻ അവസരം കിട്ടുന്നോ അത്രമാത്രം അവർ വളരും. ഇവിടെ കുട്ടികൾക്ക് വളരെ കുറവായിട്ട് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ മലയാള മിഷൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് നമ്മളും കുറച്ചൊക്കെ ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ അവർ പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു മലയാളം കുട്ടികൾക്കൊക്കെ കുറച്ചൊരു അവർക്ക് ലിമിറ്റഡ് ആണ്. അവർക്ക് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് സംസാരം പോലും ഒരു ക്ലാരിറ്റി ഇല്ല, അവരുടെ ഭാഷ പോലും. ഈ കേരളത്തിലെ മിടുക്കരായ കുട്ടികൾ മലയാളം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടി പോലും ഇല്ല എന്നുള്ളതാണ് വളരെ അത്യപൂർവമാണ്. പിന്നെ പുതുതായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ, അങ്ങനത്തെ കുട്ടികൾ ഓക്കെയാണ്. അവർ ചെറുപ്പം മുതൽ അവർ അവിടെ പഠിച്ചിട്ട് വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ പരിമിതികളുണ്ട്. അവർക്ക് പുസ്തകം വായിക്കാനും ലൈബ്രറികൾക്ക് കുട്ടികൾ പോകുന്ന പോലും ഇല്ല. അപ്പോൾ പിന്നെ ഷാർജ ബുക്ക് ഫെയർ പോലുള്ള ഓരോ ബുക്ക് ഫെയർ ഒക്കെ വരുമ്പോൾ ഒരു കുറച്ച് പുസ്തകങ്ങളൊക്കെ കയ്യിൽ കിട്ടും. നമ്മളുടെ ലൈബ്രറിയിൽ മലയാളം പുസ്തകങ്ങളൊക്കെ വളരെ കുറവാണ് സ്കൂളുകളിലൊക്കെ. അപ്പോൾ വായനയെ അത്ര തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പഠന പ്രവർത്തനങ്ങളായി കൊടുക്കുന്നത് തന്നെ കുട്ടികൾ വായിക്കുന്നുള്ളൂ. എനിക്ക് തോന്നാറുള്ളത്, എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് മാതൃഭാഷയും അന്യഭാഷയും ആംഗലേയവും ഒക്കെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ തലമുറ ഉണ്ടാവുക എന്നുള്ളതാണ്. ആഗ്രഹം ശരിയാണ്, നമുക്കത് തോന്നും. പ്രത്യേകിച്ച് ഒരു മലയാളം അധ്യാപികയാകുമ്പോൾ അറിയാലോ, എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ പരിമിതികളുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് അവിടെ ആ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ ലെവലിലോട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അത് പേരൻസും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കവിത നമ്മൾ പഠിക്കാൻ കൊടുത്താൽ അത് നല്ല ഭാവം ഉൾക്കൊണ്ട് ചൊല്ലാൻ അവർക്ക് അങ്ങനെയല്ലേ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ പ്രസന്റ് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അവർ വളരെ മത്സരബുദ്ധിയോടുകൂടി അതിനൊക്കെ നന്നായി ഞാൻ ചൊല്ലണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഭാവവും എല്ലാം നന്നായിരിക്കും. അങ്ങനെയുള്ള പരിമിതികൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ട്. അത് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യം അതാണ്. നമ്മൾ കവിതകൾ പുസ്തകമാക്കുന്നു, പ്രകാശനങ്ങൾ നടത്തുന്നു, എത്രത്തോളം അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായ അത്തരത്തിലുള്ള സന്തോഷങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവരത് പറയുമ്പോൾ അവർക്ക് അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നറിയില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും അത് അത്ര നല്ല വരികളൊന്നും ആയിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷെ അത് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ഇവർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എഴുതാനായിട്ട് തോന്നും. പിന്നെ പുസ്തകങ്ങളുടെ കാര്യം, ഞാൻ ഒരിക്കലും പുസ്തകം ഒരു വിൽപ്പന എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇറക്കിയിട്ടുള്ളത്. പൈസയ്ക്ക് വേണ്ടി ഞാൻ ആർക്കും ഇതുവരെ പുസ്തകം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഷാർജ ബുക്ക് ഫെയറിനെ ബുക്ക് സ്റ്റാളിൽ വെക്കുന്ന പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 5 പൈസ അവരെ നിന്ന് വാങ്ങാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് എഴുത്ത ആളുകളിലേക്ക് എത്തുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എനിക്കൊരു ജോലിയുണ്ട്. അപ്പോൾ എനിക്കൊരു വരുമാനം ഉള്ളത് കൊണ്ട് എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. അല്ലാത്ത എഴുത്തുകാരും ഉണ്ട് കേട്ടോ.
നമുക്കൊരു പുസ്തകം ഇറക്കുക പറഞ്ഞ ബാധ്യതയാണ്, അത്യാവശ്യം പൈസ ചിലവഴിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പൈസയ്ക്ക് അങ്ങനെ അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. ചോദിക്കുന്നവർക്കൊക്കെ കോപ്പി കൊടുക്കും ഫ്രീ ആയിട്ട് തന്നെ. തീർച്ചയായിട്ടും അതൊരു വാണിജ്യപരമായ കാര്യമല്ലല്ലോ. ഇപ്പോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്, സങ്കടകരമാണ് അത്. അവനവന്റെ പുസ്തകങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി മറ്റേതൊരു പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നത് പോലെ. പക്ഷെ അതൊരു കവിക്കോ ഒരു എഴുത്തുകാരനോ ചേർന്ന ഒരു സ്വന്തമായിട്ട് എനിക്കും തോന്നാറില്ല. അല്ല, ഞാൻ മംഗളത്തിലൊരു ഫീച്ചർ അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, മംഗളം പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഷാജ ബുക്ക് ഫെയറിനെ കുറിച്ചൊരു റിവ്യൂ എഴുതിയതിൽ എനിക്ക് അവിടെ അനുഭവപ്പെട്ട് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും വാങ്ങുമോ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പൈസ എടുത്ത് കാണില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാങ്ങാതിരിക്കാനും പറ്റില്ല, തിരിച്ചു പോവാം, വണ്ടിക്ക് ടാക്സിക്ക് വരണ്ടേ. പക്ഷെ അതിനകത്ത് ഒരു വൈചിത്രം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതി തുടങ്ങിയവർ അല്ലെങ്കിൽ വളരെയധികം ഉയരത്തിൽ എത്തിയിട്ടില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന എഴുത്തുകാർ മാത്രമല്ല, ഒരുപക്ഷെ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയ നാട്ടിൽ നിന്നുള്ള എഴുത്തുകാർ പോലും ഇവിടെ വന്നിട്ട് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതുണ്ട്. ഒരു പ്രശസ്തനായ ഒരു നടൻ, ഞാൻ ഒരു ബുക്ക് ഫെയറിന് കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വാങ്ങുകയാണെങ്കിൽ മാത്രം കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറയുന്നൊരവസ്ഥ. ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മളാണ് അവരെ ഒരു സിനിമ നടനാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരും, നമ്മൾ കണ്ടിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിലൊരു ചിത്രം വാങ്ങണം. അത് ദയനീയമായൊരു അവസ്ഥയാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ആളുകളുടെ അത്രയും മോശമാണ് എന്നേ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. എഴുത്ത് എന്ന് പറയുന്നത് പക്ഷെ ദൈവികമായ ഒന്നാണ്. അതിനെ വിലയിട്ടിട്ട് അതിനെ ഒരു വിൽപ്പന ചരക്കാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആളുകൾക്ക് വായിക്കണമെങ്കിൽ നമുക്ക് കടകളിൽ കൊടുത്തേ പറ്റൂ, അതങ്ങനെ വാങ്ങിയേ പറ്റൂ. ഞാൻ പക്ഷെ അവിടെ നിന്നും പൈസ വാങ്ങാറോ ഒന്നുമില്ല, അതിനൊരു ലാഭവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ വരെ. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ തന്നെ കൊടുക്കും. പിന്നെ സോഷ്യൽ മീഡിയ നമുക്കൊരു ഇതാണ്, ആർക്കും പൈസ ചിലവില്ലാതെ വായിക്കാം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ബുക്ക് വാങ്ങണമെന്നൊന്നും ഇല്ല കേട്ടാ, FB-യിലുണ്ട്, എല്ലാം അവിടുന്ന് വായിക്കാമെന്ന്. അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ കവിതകൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വേദിയാണത്. സാഹിത്യ പ്രവർത്തനങ്ങളോടൊപ്പം ഒരു അധ്യാപിക എന്ന രീതിയിൽ എങ്ങനെയാണ് സ്കൂളുകളിൽ ഓണാഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്? എനിക്ക് ഇഷ്ടമാണ് ആഘോഷങ്ങൾ എന്നല്ല, ഇങ്ങനെ എല്ലാ ആഘോഷവും, ഓണം എന്നല്ല, എല്ലാ ആഘോഷത്തിനും നമ്മൾ താല്പര്യമുണ്ട്. ഞങ്ങൾ പണ്ടത്തെ സ്കൂളിൽ ഇതുപോലെ പാകിസ്ഥാനിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഉള്ള അധ്യാപകരെല്ലാം കൂടിയിട്ട് ഒരു തിരുവാതിരക്കളി കളിച്ചിരുന്നു. മലയാളം അക്ഷരം ഒന്നും അവർക്ക് അറിയില്ല, പക്ഷേ ഞാൻ മുൻകൈ എടുത്ത് ഞങ്ങളുടെ സൂപ്പർവൈസർ അന്ന് ആദ്യമായിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. അവരൊക്കെ ചേർന്നൊരു ഓണം, കുറേ പേര് ചേർന്നൊരു ഓണാഘോഷമൊക്കെ ഉണ്ടായി. ആ തിരുവാതിരക്കളി കളിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ലിറിക്സ് പോലും അറിയില്ല, എന്നാലും നമ്മളുടെ ഒപ്പം കൂടി സെറ്റ് മുണ്ടെടുത്ത് മുല്ലപ്പൂ വെച്ചിട്ട് അവരിങ്ങനെ കളിക്കുമ്പോൾ. അപ്പോൾ ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. എല്ലാ ആളുകളെയും കൂടി ചേർന്ന് നമ്മുടെ എല്ലാം പങ്കിട്ടെടുത്തിട്ടുള്ളൊരു ഇതാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ വർഷം ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നു മാത്രം. കുടുംബം എങ്ങനെയാണ് ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു വളരെയധികം പ്രോത്സാഹനമാണ് തരുന്നത്. കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എനിക്ക് ആദ്യമായിട്ട് എൻ്റെ എഴുതാൻ എനിക്കൊരു പ്രേരണ സത്യത്തിൽ എൻ്റെ അച്ഛമ്മയുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്. അച്ഛമ്മ നന്നായി എഴുതുമായിരുന്നു. അച്ഛമ്മ എഴുതുന്നുള്ളത് ആർക്കും അറിയില്ല. അച്ഛമ്മ ഇത് എഴുതും, കവിതകൾ എഴുതും, ഗുരുവായൂരപ്പനെ കുറിച്ച് എല്ലാം എഴുതുക. എൻ്റെ അടുത്താണ് മിക്കപ്പോഴും പോസ്റ്റ് ചെയ്യാനായിട്ട് തരിക. അപ്പോൾ ഞാനത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. പിന്നെ അന്ന് പോസ്റ്റ് ചെയ്യും, നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അയക്കും. അവർ അഡ്രസ്സിൽ കവിത ഗുരുവായൂരപ്പനെ കുറിച്ച് അതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ അയക്കുക. അച്ഛമ്മ അങ്ങനെയാണ്. അതെനിക്കൊരു പുതിയ അറിവാണ്. അത് കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവരൊന്നും ചെയ്തിട്ടില്ല, ഒരു പ്രത്യേക റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നില്ല. പക്ഷെ അച്ഛമ്മ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് ഒരു ഇല്ലന്റ് വാങ്ങിയിട്ട് ഇങ്ങനെ. സാധാരണയായിട്ട് തെരഞ്ഞെടുക്കുന്നവ അവരെന്താണ് ചെയ്യുന്നത്? ഇല്ല, നമുക്ക് അന്ന് അതിനെ കുറിച്ചൊന്നും അറിയില്ല. മേ ബി നമ്മൾ അന്ന് അറിയില്ല, ഇതെന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. അതിനൊരു മറുപടി ഉണ്ടായിരുന്നു. അതേ പോസ്റ്റ് ഓഫീസ് നമ്മൾ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഇല്ലന്റ് വാങ്ങിക്കൊണ്ടുവരുന്ന ആളും ഞാൻ തന്നെയാണ് മിക്കപ്പോഴും. ഇല്ലെങ്കിൽ അച്ഛൻ വാങ്ങിക്കൊടുക്കും. കൃഷ്ണപ്രണയം അവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു ചെയർ ഇട്ടിട്ട് ഉമ്മറത്തിരുന്ന് ഇങ്ങനെ നാമം ചൊല്ലലാണ്, എപ്പോഴും നാമം ചൊല്ലില്ല. ഞങ്ങൾ പൊതുവെ നാമം ചൊല്ലലിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നവർ. സന്ധ്യയൊക്കെ നാമം ചൊല്ലണം. ഞങ്ങളുടെ നാമം ചൊല്ലൽ അങ്ങേ തലക്കിൽ കേൾക്കാം, തമിഴ്നാട് സെൻട്രൽ കേൾക്കെന്ന് പറയും, അത്രയും ഉറക്കുക. പക്ഷെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ആ ഒരു നാമം ചൊല്ലൽ. അപ്പോൾ അച്ഛമ്മയുടെ ഈ എഴുത്താണ് സത്യത്തിൽ എനിക്ക് എഴുതാന്നൊക്കെ ഒരു സാധനം അങ്ങനെ ഉള്ളിൽ വന്നത്.
പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വായനശാലയിൽ ഒരു മാഷ് ഉണ്ടായിരുന്നു. ആ മാഷ്, നാരായണ മാഷ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എഴുത്തിനെ വായിക്കാനും എഴുതാനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു ബ്രാഹ്മണിയം ഉണ്ടായിരുന്നു, അവർ കുറേ ബുക്ക് ഫ്രീ ആയിട്ട് തരും മോര് വാങ്ങാനൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു കിട്ടിയത്. കാരണം പൈസ കൊടുത്ത് വാങ്ങാനും നമുക്ക് പറ്റില്ല. എല്ലാവരും ബാലരമ വായിക്കും, പൂമ്പാറ്റ വായിക്കും, നമുക്കത് പൈസ ഇല്ല. പക്ഷെ ഞാൻ ഡ്രാക്കുളയൊക്കെയാണ് ആ സമയത്ത് വായിച്ചിട്ടുള്ളത്. എന്നിട്ട് രാത്രി ഞാൻ പേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഡ്രാക്കുള കയറി വരുന്നതൊക്കെ. അതായത് എനിക്ക് വായന ഭയങ്കര ഒരു ഹരമായിരുന്നു. അതും നമ്മൾ ഈ മണ്ണെണ്ണ വിളക്കത്തിരുന്നാണ് വായിക്കുന്നത്. അപ്പോൾ കറണ്ടൊന്നും ഇല്ലെന്ന്, കറണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ രാത്രി ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് വായിച്ച് കഴിയില്ല. അപ്പോൾ ഇതിന് ബാക്കി എന്താണെന്നുള്ള ഒരു അറിയാനുള്ളൊരു ഇൻട്രസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഈ വായന എന്ന് പറയുന്ന സാധനം അവിടെ നിന്നാണ് വന്നത്. പിന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എഴുതുന്നത് വലിയൊരു സന്തോഷമായിരുന്നു. ഞാനൊരു ചെമ്പകമരം ഉണ്ടായിരുന്നു, അതിൻ്റെ ചോട്ടിൽ ഒരു ചാരുകസേര ഉണ്ട്. വീട്ടിൻ്റെ അകത്തു നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊക്കെ വലിയ കവയത്രിയെ പോലെയൊക്കെ ഒരു എഴുത്തായിരുന്നു പണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. നാട്ടുഭൂമി ഇപ്പോഴും ചാരുകസേരയിലൊക്കെ കിടക്കും. അപ്പോൾ അങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു ഇത്. പിന്നെ അമ്മ കുറച്ചും കൂടി വലുതായി. ഇപ്പോൾ പ്രവാസ ജീവിതമൊക്കെ തുടങ്ങിയപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. ഹസ്ബൻഡ് ആഴ്ചയിൽ 2 ദിവസമേ വരുള്ളൂ. മക്കളും ഒരു റൂമിൽ അവരുടെ കാര്യങ്ങളായി ഇരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒറ്റപ്പെട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയാണ് നീ എഴുത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കുറേ എഴുതി തുടങ്ങിയത്. പിന്നെ ചേച്ചി, ഏട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും എല്ലാവരും തന്നെയാണ് എഴുത്ത്. ഹസ്ബൻഡ് എല്ലാ കാര്യത്തിനും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും കൂടെ വരും. എല്ലാം നല്ല സപ്പോർട്ടാണ്. ജോലി ചെയ്യാൻ പോകുന്നതെന്ന് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല, അതിലൊക്കെ നമ്മൾ അടികൂടും. പക്ഷേ എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ സപ്പോർട്ടാണ്. അപ്പോൾ എഴുതാൻ നമുക്ക് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടത് ഈ ഒരു പ്രോത്സാഹനം തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ടീച്ചർ എഴുതിയ കവിത മനോഹരമായി ആലപിക്കുകയും കൂടെ ചെയ്യുന്ന ആളാണ്. ഒരു കവിത നമുക്ക് വേണ്ടി ആലപിക്കും. കവിത വഴി പിരിഞ്ഞവർ എന്നുള്ള കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കവിതയാണ്. രണ്ടാമത്തെ കവിതാ സമാഹാരത്തിൻ്റെ പേര് അത് തന്നെയായിരുന്നു. കണ്ടുമുട്ടാതിരിക്കട്ടെയുള്ളിൽ കള്ളമുള്ളവർ നമ്മൾ പരസ്പരം, കണ്ടുമുട്ടാതിരിക്കട്ടെയുള്ളിൽ കള്ളമുള്ളവർ നമ്മൾ പരസ്പരം. ഒട്ടുമില്ല പരിഭവം നീ എന്നിൽ നട്ട സ്നേഹപ്പനി നീർച്ചെടി എന്നു, കൂർത്ത മുള്ളാൽ തലോടി എൻ ഹൃത്തടം ചോര ചിന്തിത്തെറിക്കുന്നുവെങ്കിലും വേദനിക്കില്ലെനിക്കു തെല്ലും ഞാനും നീയുമെന്നെ വഴി പിരിഞ്ഞോർ വീണ്ടും, കണ്ടുമുട്ടാതിരിക്കട്ടെയുള്ളിൽ കള്ളമുള്ളവർ നമ്മൾ പരസ്പരം. എങ്കിലും നാം നടന്ന വഴികളും അന്തമില്ലാത്ത ചിന്താഗതികളും കണ്ടു തീർക്കും പകൽക്കിനാവും പിന്നെ നിന്നിലേക്കെന്നു ചൊല്ലും ഋതുക്കളും. തൊട്ടരികിലിരിക്കുന്ന പോൽ എന്നെ തൊട്ടുപോകുന്ന നൽകുളിർത്തെന്നലും എന്തിനാവാമിനിയുമെൻ ചിത്തത്തിൽ ചന്തമൂലും നിൻ ചിത്രം ചമയ്ക്കുന്നു. എന്തിനാവാം ഇനിയുമെൻ ചിത്തത്തിൽ ചന്തമൂലും നിൻ ചിത്രം ചമയ്ക്കുന്നു. മനോഹരം. താങ്ക് യു. ബഹുസ്വരമായ ഒരു സമൂഹമാണ് നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം. ഇവിടെ മനോഹരമായ കവിതകളാൽ ഇനിയും സർഗപ്രകാശനം നടത്താൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കും ബാക്കി എല്ലാത്തിനും പിന്നിലുള്ള എല്ലാ പ്രവർത്തകർക്കും നന്ദി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ഇൻ്റർവ്യൂകളും കണ്ടിട്ടുണ്ട്. എല്ലാം വളരെ നന്നായിരുന്നു. ഇനിയും നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കട്ടെ.